വെൽക്കം ടു ടർബോ ഡ്രൈവ്. വെൽക്കം ടു ലോങ് ടൈം റിവ്യൂ ഓഫ് എപ്പിക് ന്യൂ സ്വിഫ്റ്റ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വാഹനം എൻ്റെ കൂടെയുണ്ട്. സിറ്റി റണ്ണിലും ഹൈവേ റണ്ണിലും എല്ലാം ഈ ഒരു വാഹനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഡിസൈൻ ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എഞ്ചിൻ റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വളരെയധികം ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആകപ്പാടെ മാറിയിട്ടുണ്ട്. സോ ഓവറോൾ വളരെയധികം ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ജനറേഷൻ ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാരുതി 2024 സ്വിഫ്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഇനി ഡിസൈൻ നോക്കുകയാണെങ്കിലും വളരെയധികം അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് മാരുതി പുതിയ സ്വിഫ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റ് ഓണേഴ്സ് ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും സ്വാപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യം മാരുതി മുൻകൂട്ടി കണ്ടിട്ട് പുതിയ സ്വിഫ്റ്റിൽ അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെയധികം പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ്. ടെയിൽ ലാമ്പ് ആണെങ്കിൽ അതിലും മനോഹരമായിട്ടുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു കളർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഐ ക്യാച്ച് ചെയ്യുന്ന ഒരു കളർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ടൗണിലും സിറ്റിയിലും ഒക്കെ പോകുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൂവിൻ്റെയും ഈ ഒരു ബ്ലാക്കിൻ്റെയും ഡുവൽ ടോൺ പെയിന്റ് സ്കീമാണ് വരുന്നത്. നമുക്ക് സിംഗിൾ ടോൺ കളറിലും ലഭ്യമാണ്. എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂവും ബ്ലാക്കും അതുപോലെ തന്നെ റെഡും ബ്ലാക്കും തമ്മിലുള്ള ഒരു ഡ്യുവൽ ടോൺ കളറും ഉണ്ട്. സോ ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത്. വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ഡിസൈൻ മികച്ചതാണെങ്കിൽ കൊടുത്തിരിക്കുന്ന ഡ്യുവൽ ടോൺ കളറിനുള്ള അലോയ് വീൽ പാറ്റേൺ അതിലും മികച്ചതാണ്. 15 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മനോഹരമായിട്ടുള്ള വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ അലോയ് പെയിന്റ് സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ റണ്ണിങ് ടൈമിൽ ഈ ഒരു വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. മുൻഭാഗത്തെ ഹെഡ് ലാമ്പിനെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് സി ഷേപ്പിലായിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. രാത്രി യാത്രകളിൽ കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു ടെയിൽ ലാമ്പ് കൂടിയാണ്. ഇനി ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റുകൾ 60-40 സ്പ്ലിറ്റ് റേഷ്യോ ഉള്ള സീറ്റുകളാണ്. അങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാരുതി പുതിയ സ്വിഫ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ AGS എന്ന് വിളിക്കുന്ന AMT ട്രാൻസ്മിഷൻ വളരെയധികം ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷനാണ്. ആൻഡ് ആ ഒരു ട്രാൻസ്മിഷനാണ് മാരുതി ഏറ്റവും കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. 25 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മാരുതി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് AMT ആണ്, അതായത് AGS എന്ന് വിളിക്കുന്ന ട്രാൻസ്മിഷനാണ്. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് 13 ആണ്. അത് എൻ്റെ ഡ്രൈവിംഗ് ബിഹേവിയർ അനുസരിച്ചാണ്. ഈ ഒരു വാഹനം നമ്മൾ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർ വെച്ചായിരുന്നു. അന്ന് ഞാൻ നല്ല കുട്ടി ആയതുകൊണ്ട് 18 കിലോമീറ്റർ 20 കിലോമീറ്റർ മൈലേജൊക്കെ അന്ന് എനിക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അത്ര നല്ല കുട്ടിയല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ 13 കിലോമീറ്റർ മൈലേജാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. ഹൈവേ ടൂറിങ്ങിലും ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും നല്ല 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ആയത് 2 ഗിയറിൽ ആ ഒരു ഹെഡ് നോട്ട് AMTയുടേതായിട്ടുള്ള ഒരു ലാഗ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ 3, 4, 5 ഗിയറിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അതും ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിക്കുന്നുണ്ട്. മാനുവലിലേക്ക് വരുവാണെങ്കിൽ 24 കിലോമീറ്റർ മൈലേജാണ് മാരുതി ക്ലെയിം ചെയ്യുന്നത്. കൂടാതെ CNGയും ഈ ഒരു വാഹനം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. CNGയിലേക്ക് വരുമ്പോൾ 30 മുകളിൽ 32 കിലോമീറ്ററാണ് CNGയിൽ ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു ഫെസിലിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ റൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഏത് രീതിയിൽ വാഹനം കൺട്രോൾ ചെയ്യണോ ആ രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഈവൻ 1 ഹാൻഡായിട്ട് നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഞ്ചിനിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സിലിണ്ടർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് അകത്തേക്ക് നല്ല രീതിയിൽ 3 സിലിണ്ടറാണ്. നേരത്തെ 4 സിലിണ്ടർ ആയിരുന്നു. ഇപ്പോൾ 3 സിലിണ്ടർ ആക്കിയത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ സൗണ്ട് എൻജിൻ നോയ്സ് അകത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് പവർ കുറച്ചിട്ടുണ്ട്, പക്ഷേ അത് വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വാഹനത്തിന് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ മാരുതി ഓഫർ ചെയ്യുന്നുണ്ട്. സേഫ്റ്റി സൈഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. പക്ഷേ പവർ കുറച്ചതും സിലിണ്ടർ കട്ട് ചെയ്തതും എനിക്കത്ര ഒരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് ഈ ഒരു പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് വാഹനത്തിന് കുറച്ചുകൂടി ഒരു റൈഡിങ് അഗ്രസീവ്നെസ് ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സോ അതിലൊരു ചെറിയ ഡൗൺഫോൾ വന്നിട്ടുണ്ട്. അത് എനിക്കത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും
പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള കോംപ്രമൈസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു ആവറേജ് പെർഫോമൻസ്, ഒരു ആഡിക്കേറ്റ് പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്യൂവൽ എഫിഷ്യൻസിയും ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഓവറോൾ ക്യാബിൻ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ടും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. പിൻഭാഗത്തെ സീറ്റിംഗ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീറ്റ് ഏറ്റവും ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിൻഭാഗത്ത് ഇരിക്കാനായിട്ട് ലെഗ് സ്പേസിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആവശ്യത്തിന് ഹെഡ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. 4 ഹെഡ് റെസ്റ്റ് ആണ് ലഭിക്കുന്നത്. പിൻഭാഗത്ത് ആംറെസ്റ്റോ, നടുവിൽ ഹെഡ് റെസ്റ്റോ നമുക്ക് ലഭിക്കുന്നില്ല. പിൻഭാഗത്തെ സീറ്റിന് ഒരു 1 പോയിന്റ് ഒരു റിക്ലൈൻ കൊടുക്കുമായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. ചില സമയത്ത് നമുക്ക് ഇരിക്കുമ്പോൾ, അതായത് ഹൈവേ ഒരു ലോങ് ടൂറിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. സീറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഓക്കെയാണ്, നല്ല ഒരു കംഫർട്ട് കിട്ടുന്ന ഒരു സീറ്റ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയവ വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും ക്യാമറയും നമുക്ക് വരുന്നുണ്ട്. ആൻഡ് വളരെ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ്. മേ ബി ചിലപ്പോൾ ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും നല്ലൊരു മ്യൂസിക് സിസ്റ്റം, നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു പില്ലറിൻ്റെ അവിടെ നമുക്ക് ഒരു 2 ടീറ്റേഴ്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു സീംലെസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിംഗ് AC വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജിങ് പോർട്ട്സ് വരുന്നുണ്ട്. 12 വോൾട്ട് ഉണ്ട്, USB-A ഉണ്ട്, USB-C ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ചാർജിങ് പോർട്ടും അല്ലെങ്കിൽ കണക്ടിവിറ്റി പാർട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കണക്ടിവിറ്റി പാർട്ട് തന്നെയാണ്. അത് നമ്മൾ ഗ്രാൻഡ് വിറ്റാര, ബ്രസ, ബലേനോ, ഫ്രോങ്സ് തുടങ്ങിയ വാഹനങ്ങളിലെല്ലാം കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം സെറ്റ് ഓഫ് യൂണിറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് AC വെൻസ് വരുന്നുണ്ട്. എഗെയിൻ അതും നല്ലൊരു ടച്ചാണ്. പ്രീവിയസ് ജനറേഷനിൽ നമുക്കത് ലഭിക്കുന്നില്ലായിരുന്നു. ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കും നല്ലൊരു AC സർക്കുലേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല ഒരു കൂളിംഗ് തരുന്ന ഒരു AC തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് വാഹനം ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അതിനുശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വാഹനം വീണ്ടും ഡ്രൈവിലേക്ക് തിരിച്ചു വരും. സോ ചില സമയത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ പോയിന്റ് ഓഫ് ഒരു സ്റ്റേറ്റ് ചിലപ്പോൾ തോന്നാറുണ്ട്. ബട്ട് എങ്കിലും അത് നമ്മളായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഡിജിറ്റൽ ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ടാക്കോമീറ്ററിൽ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഓഡോമീറ്ററിൽ ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടില്ല. സോ അത് അഗെയിൻ എനിക്കൊരു വളരെ ഒരു ഡിസ്കംഫർട്ട് തോന്നി. ബിക്കോസ് പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റിൽ നമുക്ക് വളരെ അഗ്രസീവായിട്ടും ഒരു സ്പോർട്സ് എലമെൻറ്റും കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഈ ഒരു ജനറേഷനിലേക്ക് വന്നപ്പോൾ അതും കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്ന ORVMs നമുക്ക് വരുന്നുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡേ നൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മിററാണ് വരുന്നത്. സോ ബാക്കി ഓവറോൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആൻഡ് റൈഡ് ആൻഡ് കംഫർട്ടും ആ ഒരു സസ്പെൻഷൻ ട്യൂണിംഗ് ഒക്കെ മച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് പ്രീവിയസ് ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സ്റ്റോറേജ് സ്പേസുകൾ നോക്കുകയാണെങ്കിലും നമുക്ക് കപ്പ് ഹോൾഡേഴ്സും ഡോർ പാർട്സിലെല്ലാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സോ ഇത് ഒരു ഇനി ഇതിൻ്റെ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6.5 lakh to 9.5 lakhs ആണ്. സോ പ്രൈസിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ബട്ട് എഗെയിൻ വാഹനം പുതിയ അപ്ഡേഷൻ, പുതിയ ജനറേഷൻ ചേഞ്ച് ഒക്കെ വരുമ്പോൾ എന്തായാലും ഒരു ചെറിയ പ്രൈസ് വേരിയേഷൻ വാഹനത്തിനുണ്ടാവും. ആൻഡ് ഒരു ഫാമിലി വാഹനം നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ആവശ്യത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊണ്ട്, ആവശ്യത്തിന് വേണ്ട പവറുണ്ട്, ആവശ്യത്തിന് വേണ്ട സ്റ്റോറേജ്, യൂട്ടിലിറ്റി ഏരിയാസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ മാരുതിയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റിയാണ്. എത്ര നാൾ വേണമെങ്കിലും വാഹനം കിടന്നോളും, നമുക്ക് മറ്റ് തലവേദനകളൊന്നും വരുന്നില്ല. സർവീസ് നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ പോലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, എല്ലായിടത്തും ടച്ച് പോയിന്റ് ഉള്ള, ഇതുവരെ കംപ്ലയിൻസ് ഒന്നും കേൾക്കാത്ത, അധികം കംപ്ലയിൻസ് കേൾക്കാത്ത ഒരു സർവീസ് നെറ്റ്വർക്ക് കൂടിയാണ് മാരുതിക്കുള്ളത്. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് മറ്റ് മാനുഫാക്ചേഴ്സിൽ നിന്നും ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിന് കിട്ടുന്ന ആ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ ആ ഒരു അപ്പീൽ എന്ന് പറയുന്നത് വളരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില ഫീഡ്ബാക്സ് സർവീസ് ചെയ്യുന്ന സമയത്ത് ചില ഫീഡ്ബാക്സ് മാരുതി അറിയിച്ചു കഴിഞ്ഞാൽ അവരത് ഫോളോ അപ്പ് ചെയ്തൊരു 5-6 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. സോ അത്രയധികം സർവീസിലും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് മാരുതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനം വളരെ നമുക്ക് ഹസിൽ ഫ്രീ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല റീസെയിൽ വാല്യൂ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ വാഹനങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഫാമിലി വാഹനം നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡീസൻറ്റ് മൈലേജും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പെർഫെക്റ്റ് ഫാമിലി കാറായിട്ട് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ലോങ് ടേം ആയിട്ട് ഈ വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്
ഈ ഒരു വാഹനം നമുക്ക് തരുന്നത്. എന്നാൽ കുറേയധികം പോയിന്റ്സ് അല്ലെങ്കിൽ കുറേയധികം ഫാക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈക്കിലെ ആ ഒരു സീറ്റിൻ്റെ ഒരു പൊസിഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. ലെഗ് സ്പേസ് ചില സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അങ്ങനെയുള്ള കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. 100% പെർഫെക്റ്റ് വാഹനം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എഗെയിൻ ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റും ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സും ഒക്കെ നോക്കുന്ന സമയത്തും വളരെയധികം വിശ്വസിച്ച് ട്രസ്റ്റായിട്ട് റിലയബിലിറ്റിയോടുകൂടി വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.